വളരെ സന്തോഷം. കുറച്ച് സുദീർഘമായ ഇൻട്രൊഡക്ഷനായി പോയി. ഞാൻ കൊടുത്ത പ്രൊഫൈൽ കുറച്ച് നീണ്ടുപോയി എന്ന് തോന്നുന്നു. അത്ര വേണ്ടിയിരുന്നില്ല. ഏതായാലും സന്തോഷം. ഇങ്ങനൊരു പ്രോഗ്രാം നടക്കുന്ന വിവരമൊക്കെ എനിക്കറിയാം. കാരണം നിന്റെ സഹോദരി മെഹറുനിസ ടീച്ചർ ഇതിന്റെ ഭാഗമാണ് എന്നും ഈ പ്രോഗ്രാമിന്റെ പോസ്റ്റേഴ്സ് ഒക്കെ ഷെയർ ചെയ്യാറുണ്ട്, അതുകൊണ്ട് കാണാറുണ്ട്. പക്ഷേ ഈ ഒരു പ്രോഗ്രാം നേരിട്ട് പങ്കെടുക്കുവാൻ ഇതുവരെ സാധിച്ചിട്ടില്ല. വളരെ സന്തോഷം പങ്കെടുക്കാൻ സാധിച്ചത്. നേരിട്ട് നമ്മുടെ വിഷയത്തിലേക്ക്, വളരെ കുറഞ്ഞ സമയം കൊണ്ട് കൃത്യമായി തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു പ്രോഗ്രാമിനെ അതിന്റെ സൗന്ദര്യം നഷ്ടപ്പെടുത്തി കളയാനൊന്നും ഉദ്ദേശിക്കുന്നില്ല. അതുകൊണ്ട് നേരിട്ട് പറയാം. എന്റെ ഒരു സബ്ജക്റ്റ് ആയിട്ട് നിർണയിച്ചിരിക്കുന്നത് കലയും ജീവിതവും എന്നാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും മാഷന്മാരായതുകൊണ്ട് കുട്ടികളോട് അങ്ങോട്ട് ചോദ്യം ചോദിച്ചുകൊണ്ടാണല്ലോ തുടങ്ങുക. എന്താണ് കല? ആ ഒരു ചോദ്യം ചോദിക്കുമ്പോഴാണ് നമ്മൾ ഇങ്ങനെ ചിന്തിച്ചു പോവുക. ചില മറുപടിയൊക്കെ വരും. കല എന്ന് പറഞ്ഞാൽ പാട്ട്, നൃത്തം, നാടകം, അഭിനയം എന്നൊക്കെ പറയും, സിനിമ പറയും, ചിത്രം പറയും, ഇങ്ങനെയൊക്കെ പറയും. പക്ഷെ അതൊന്നും അതിന്റെ ഒരു നിർവചനമല്ലല്ലോ. ഒരു നിർവചനത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ എന്താവും? അതൊരു പ്രശ്നമാണ്. കുട്ടികളെയൊക്കെ ഒരുപക്ഷെ നിങ്ങൾ പലരും കൃത്യമായി ഒരു നിർവചനം നൽകുവാൻ പ്രയാസപ്പെടുന്നുണ്ടാവും. ഞാനൊരു നിർവചനം പറഞ്ഞു നോക്കാം. അല്ല വേണ്ട, ഒരു ചെറിയ കാര്യം പറയാം. ഇപ്പൊ നിങ്ങളെ വേണ്ട, നമ്മുടെ കുട്ടികള്, നിങ്ങളിപ്പം വീഴ്ത്താൻ ഉദ്ദേശിക്കുന്നില്ല. കുട്ടികൾ ഇങ്ങനെ ഓടിക്കളിക്കുന്ന സമയത്ത്, മുറ്റത്ത് ഓടിക്കളിക്കുന്ന സമയത്ത് കാലിലൊക്കെ മുറിവ് പറ്റും. മുറിവ് പറ്റിക്കഴിഞ്ഞാൽ ചോരയെ കൊലിച്ച് ഉള്ള മുറിവ്, അത് നമ്മൾ പെട്ടെന്ന് തന്നെ ബാൻഡേജ് ഒക്കെ ഇട്ട് വെക്കും. ഓക്കെ, 4-5 ദിവസം കഴിയുന്ന സമയത്ത് ബാൻഡേജ് അഴിച്ചു നോക്കിയിട്ടുണ്ടെങ്കിൽ മുറിവ് ഉണങ്ങിയിട്ടുണ്ടാവും. ഈ കുട്ടി ക്ലാസ്സിൽ പോയി കഴിഞ്ഞാൽ കുട്ടികൾ എന്തായാലും സംഭവം, അത് മുറിവിന്റെ ഒരു കലയാണ് എന്ന് പറയും. കലയാണ് എന്നുള്ളൊരു പ്രയോഗം എനിക്കറിയില്ല. നമുക്ക് വേറെ എവിടെ അങ്ങനെ പ്രയോഗം ഉണ്ടോ എന്നറിയില്ല. ഞങ്ങളുടെ നാട്ടിലൊക്കെ എന്തായാലും ഉണ്ട്. അത് കലയാണ്. ഇവിടെ ഒരു കലയുണ്ട്, ഇവിടെ വേറൊരു കലയുണ്ട് എന്ന് പറയും. എന്താണ് ഈ കല എന്നുള്ള അതൊരു നിർവചനമായിട്ട് പറയാൻ പറ്റുമോ? വേണമെങ്കിൽ പറയാം. ബാക്കിയാവുന്നതാണ് കല. നേരത്തെ ഉണ്ടായിട്ടുള്ള മുറിവിന് ശേഷം ബാക്കിയായി വന്നതാണ് കല. ബാക്കിയാവുന്നതാണ് കല എന്നത് ഒരു ആലങ്കാരിക ഭാഷയിൽ പറഞ്ഞാൽ അതൊരു നിർവചനം തന്നെയാണ്. കലയാണെങ്കിൽ ബാക്കിയാവണം. ബാക്കിയാവുന്നതേ കലയാവും, യഥാർത്ഥ കലയാവും. പക്ഷെ ആ നിർവചനം കൊണ്ട് നിങ്ങൾ തൃപ്തിപ്പെടില്ല എന്ന് എനിക്കറിയാം. അതുകൊണ്ട് കുറച്ചുകൂടി ഗൗരവത്തിൽ ഞാൻ ഒരു നിർവചനം പറയാം. ജീവിതത്തിന്റെ സൗന്ദര്യാത്മകമായ പുനരാവിഷ്കാരമാണ് കല. ഒരിക്കൽ കൂടി പറയാം. ജീവിതത്തിന്റെ സൗന്ദര്യാത്മകമായ പുനരാവിഷ്കാരമാണ് കല. അപ്പോൾ ജീവിതവുമായി അത് ചേർന്ന് നിൽക്കുന്നത് ആ നിർവചനത്തിൽ തന്നെ വ്യക്തമാണ്. അപ്പോൾ അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഞാൻ വേണമെങ്കിൽ ഒരു സംഭവം പറയാം. ഞാൻ പലയിടത്തും പറയാറുണ്ട് സംഭവം. അപ്പൊ ഞാൻ എൻ്റെ മക്കളെയുമായിട്ട് ഇങ്ങനെ ഒരിക്കലും ഞാൻ ഗൾഫിലുള്ള സമയത്ത് ലീവിന് വന്ന സമയത്ത് ഭാര്യയും മക്കളൊക്കെ, അന്ന് 2 കുട്ടികളാണ് ഉള്ളത്. അവർ തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ല, 1 വയസ്സിന് വ്യത്യാസമേ ഉള്ളൂ, 1.5 വയസ്സിന് വ്യത്യാസം. അപ്പൊ അവരെയുമായിട്ട്, അന്ന് ചെറിയ പ്രായം, 5 വയസ്സ് 3.5 വയസ്സ് പ്രായം, അവരുമായിട്ട് കോഴിക്കോട് SM സ്ട്രീറ്റിലൂടെ ഇങ്ങനെ പോവാണ്. ഭാര്യയ്ക്ക് കുറച്ച് പർച്ചേസ് ഒക്കെ ഉണ്ട്. അവിടെ അന്ന് ആ തോട്ടത്തിൽ ടെക്സ്റ്റൈൽസ് ഒക്കെ അവിടെയാണ് ഉള്ളത്. അപ്പൊ അവളെ അങ്ങ് അതിലേക്ക് ആക്കി. ഇന്നും അന്നും ഇന്നൊക്കെ അവൾ അങ്ങനെ തന്നെയാണ്. ടെക്സ്റ്റൈൽസ് ആണ് ഭ്രമം. അപ്പൊ അതുകൊണ്ട് ആ ഭ്രമത്തിന്റെ ഭാഗമായിട്ട് അവൾ അവിടെ കയറ്റി. അത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അവിടെ പ്രത്യേകിച്ച് പണിയൊന്നുമില്ല. നമ്മള് അവിടെ നിന്ന് ഇറങ്ങി, ഞാനും മക്കളും അവിടെ നിന്ന് ഇറങ്ങി ഇങ്ങനെ നടന്നു പോകുന്ന സമയത്ത് വഴിയിലൊരു ആളെ കണ്ടു. നമുക്കറിയാം SM സ്ട്രീറ്റിൽ ഒരുപാട് പേര് ഇങ്ങനെ ഇരിക്കുന്നുണ്ടാവും. അന്നൊക്കെ ഉണ്ടായിരുന്നു കുഷ്ഠരോഗി. അന്ന് യാചിക്കുന്ന ആളുകൾ ഉണ്ടാവും. അപ്പൊ അതൊരു കുഷ്ഠരോഗിയാണ്. അപ്പൊ അയാളെ കണ്ടപ്പോൾ മുഖമാകെ വികൃതമാണ്. കണ്ടാൽ ഭയങ്കര പേടി തോന്നും, എന്താ അറപ്പും വെറുപ്പൊക്കെ തോന്നുന്ന രൂപമാണ്. കുട്ടികൾ കാണാതിരിക്കാനും ശ്രമിച്ചെങ്കിൽ കുട്ടികൾ കാണുകയും ചെയ്തു. അപ്പം നമ്മുടെ ചെറിയൊരു സംഭാവന കൊടുത്തിങ്ങനെ പോകും. അപ്പൊ ഞാനിങ്ങനെ അവരെ ഒന്ന് കറക്കിയിട്ട് ഇങ്ങനെ നമുക്ക് ടൗൺ ഹാളിൽ എന്തെങ്കിലും പ്രോഗ്രാം ഉണ്ടെങ്കിൽ അത് കാണാൻ പോകാന്ന് പറഞ്ഞു. അങ്ങനെ അവിടെ പോയി നോക്കുമ്പോൾ അവിടെ ടൗൺ ഹാളിൽ പ്രോഗ്രാം ഒന്നുമില്ല. ഇതിന് തൊട്ട് പിന്നിൽ നമുക്കറിയാം ഒരു ആർട്ട് ഗാലറി ഉണ്ട്.
അവിടെ ഒരു ചിത്ര പ്രദർശനം നടക്കുന്നു. അപ്പൊ നമുക്ക് അവിടെ നിന്ന് പോകാന്ന് പറഞ്ഞു. അങ്ങനെ പോയി നോക്കി ഇങ്ങനെ ഓരോന്ന് കണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് എന്റെ മൂത്ത മോളാണ് പറഞ്ഞത്, ഉപ്പാ നോക്കി നമ്മൾ നേരത്തെ കണ്ട ആള് എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ നോക്കുന്ന സമയത്ത് വലിയൊരു ക്യാൻവാസ്, നേരത്തെ നമ്മൾ SM സ്ട്രീറ്റിൽ വെച്ച് കണ്ട ആ കുഷ്ഠരോഗിയുടെ ചിത്രം ഒരാൾ വരച്ചിരുന്നു. ഞങ്ങൾ വേഗം അടുത്ത് എന്ന് കണ്ടു. ഞാൻ അറിയാതെ പറഞ്ഞുപോയി, ബ്യൂട്ടിഫുൾ ആണ്. അപ്പൊ മോളും പറഞ്ഞു, എന്ത് രസാലേ ഉപ്പാ. നോക്കൂ എന്താ ഇവിടെ സംഭവിച്ചത്. നേരിട്ട് കണ്ട സമയത്ത് അറപ്പും വെറുപ്പും പേടിയും തോന്നിയിരുന്ന ഒരു രൂപം ഒരു ചിത്രകാരൻ ഒരു ക്യാൻവാസിലേക്ക് മാറ്റി വരച്ചപ്പോൾ നമ്മൾ അതിനെ കാണുമ്പോൾ ബ്യൂട്ടിഫുൾ എന്ന് പറയുന്നു, എത്ര സുന്ദരം എന്ന് പറയുന്നു, വണ്ടർഫുൾ എന്ന് പറയുന്നു. ഇത് തന്നെയാണ് ഞാൻ നേരത്തെ പറഞ്ഞ നിർവചനത്തിന്റെ മറ്റൊരു, ഒന്ന് ജീവിതമാണ്, മറ്റൊന്ന് കലയാണ്. ജീവിതത്തിന്റെ സൗന്ദര്യാത്മകമായ പുനരാവിഷ്കാരമാണ് അവിടെ സംഭവിച്ചിരിക്കുന്നത്. ഇത് ആണ് ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ ഉദ്ദേശിക്കുന്ന വിഷയവും. അഥവാ നമുക്കൊക്കെ തന്നെ ജീവിതമുണ്ട്, പക്ഷെ ആ ജീവിതത്തെ ഒരു കലയുടെ സ്പർശം കൊണ്ട് പുനരാവിഷ്കരിക്കുവാൻ സാധിക്കുമോ എങ്കിൽ അത് സുന്ദരമായിരിക്കും, ആളുകൾക്ക് ആസ്വദിക്കാൻ സാധിക്കും. അല്ലെ, എല്ലാ കലയും ആളുകൾ ആസ്വദിക്കുന്നതാണ് കല, ആസ്വദിക്കാവുന്നതുമാണ് കല. അപ്പൊ ആസ്വദിക്കാവുന്ന രീതിയിൽ ഒന്നിനെ ആവിഷ്കരിക്കുന്നതിനെയാണ് നമ്മൾക്ക് കല എന്ന് പറയാം. അങ്ങനെയെങ്കിൽ നമ്മുടെ ജീവിതം കലാപരമായി നമുക്കൊന്ന് പുനഃക്രമീകരിച്ചുകൂടെ? അങ്ങനെ പറയുമ്പോൾ നമുക്ക് കലയുടെ വിവിധ വിഭാഗങ്ങൾ, നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരുന്ന വിഭാഗങ്ങളെ ഒന്ന് അനലൈസ് ചെയ്ത് നോക്കേണ്ടി വരും. കലയിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒന്നാണ് സാഹിത്യം. ഈ സാഹിത്യത്തെ നമുക്ക് എങ്ങനെയാണ്, സാഹിത്യത്തിന്റെ ആ ഭാവത്തെ അല്ലെങ്കിൽ സാഹിത്യത്തിന്റെ ആ ചൈതന്യത്തെ നമുക്ക് എങ്ങനെയാണ് നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ സാധിക്കുക? സാഹിത്യത്തില് അപ്പൊ എന്താണ് സാഹിത്യം അല്ലെ? നമുക്ക് സ്വാഭാവികമായിട്ട് ചോദ്യം വരും, എന്താണ് സാഹിത്യം? നമ്മളിന് പറഞ്ഞു പോരാണ് എന്ത് സാഹിത്യം. ലിറ്ററേച്ചർ എന്ന് ഇംഗ്ലീഷിലും പറയും, ഒക്കെ നമുക്കറിയാം. പക്ഷെ സാഹിത്യത്തിന് നിർവചനം പറഞ്ഞാലോ? വാക്കിന്റെയും ആശയത്തിന്റെയും സമ്യക്കായ സമ്മേളനം കൊണ്ടുണ്ടാകുന്ന സൗന്ദര്യമാണ് സാഹിത്യം. ഒരിക്കൽ കൂടി, വാക്കിന്റെയും ആശയത്തിന്റെയും സമ്യക്കായ മനോഹരമായ സമ്മേളനം കൊണ്ടുണ്ടാകുന്ന, കൂടിച്ചേരൽ കൊണ്ടുണ്ടാകുന്ന സൗന്ദര്യമാണ്. വാക്കും ആശയവും ഏറ്റവും മനോഹരമായി കൂടിച്ചേരുമ്പോഴാണ് സാഹിത്യം ഉണ്ടാകുന്നത്. ആ ഒരു സഹിത ഭാവം അല്ലെ, സാഹിത്യം എന്ന വാക്കുണ്ടാവുന്നത് ചേർന്ന് നിൽക്കുമ്പോഴുണ്ടാകുന്ന ആ ഭാവല്ലേ. സഹിതം എന്ന് പറഞ്ഞാൽ ചേർന്ന് നിൽക്കാനല്ല, നമ്മൾ കുടുംബസഹിതം പോയി കുടുംബത്തോടൊപ്പം, ഈ ഒപ്പം എന്നല്ല, ആ ചേർന്ന് നിൽക്കുമ്പോഴുണ്ടാകുന്ന സൗന്ദര്യമാണ് യഥാർത്ഥ സാഹിത്യം. വാക്ക് വാക്കായി നിൽക്കുമ്പോഴോ ആശയം ആശയമായി നിൽക്കുമ്പോഴോ അല്ല ആ ഒരു സൗന്ദര്യം ഉണ്ടാവുന്നത്. അത് ഏറ്റവും മനോഹരമായി കൂടിച്ചേരുമ്പോഴാണ്. മനോഹരമായ കൂടിച്ചേരലിൽ എല്ലാം സൗന്ദര്യമുണ്ട് എന്ന് പറഞ്ഞാൽ തന്നെ നമുക്കതിൽ ജീവിതത്തിന്റെ പാഠമുണ്ട്, ഇല്ലേ? തീർച്ചയായിട്ടും ഉണ്ട്. അപ്പോ സാഹിത്യം വാക്ക് വാക്കായി അത് മനസ്സിലാക്കാൻ വേണ്ടി നമുക്കറിയാം എങ്ങനെയാണത് സാഹിത്യമാകുന്നത്. ഒരു കവിത നിങ്ങൾ കേട്ട് കാണും, പക്ഷേ ദൈവത്തിന്റെ വികൃതികൾ എന്ന സിനിമയിലുള്ള ഒരു കാവ്യശകലമുണ്ട്, മധുസൂദൻ നായർ ആലപിച്ച ഒരു കവിത. ഇരുളിൻ മഹാനിദ്രയിൽ നിന്നുണർത്തി നീ നിറമുള്ള ജീവിത പീലി തന്നു. ഇരുളിൻ മഹാനിദ്രയിൽ നിന്നുണർത്തി നീ നിറമുള്ള ജീവിത പീലി തന്നു. എന്റെ ചിറകിനാകാശവും നീ തന്നു. നിന്നാത്മശിഖരത്തിലൊരു കൂടു തന്നു. നിന്നാത്മശിഖരത്തിലൊരു കൂടു തന്നു. ഒരു കുഞ്ഞു പൂവിലും തടുക്കാറ്റിലും നിന്ന നീയായി മണക്കുന്നതെങ്ങുവേറെ. ജീവനൊഴുകുമ്പോഴൊരു തുള്ളി ഒഴിയാതെ നീ തന്നെ നിറയുന്ന പുഴയെങ്ങുവേറെ. ഈ കവിത കുറച്ചുകൂടെ ഉണ്ട്, ഞാൻ മുഴുവൻ ചൊല്ലുന്നില്ല, സമയത്തിലെ പ്രശ്നം. ഇവിടെ ഞാൻ ഉദ്ദേശിച്ചത് എത്രയാണ്, നമ്മളൊക്കെ പറയും, നമുക്കൊക്കെ അറിയുന്ന ഒരുപാട് വാക്കുകളുണ്ട്, ആ വാക്കുകളൊക്കെ തന്നെ നമ്മൾ പ്രയോഗിക്കാറുണ്ട്. പക്ഷെ നമ്മൾ പറയുന്നതോ നമ്മൾ എഴുതുന്നതൊന്നും സാഹിത്യമാവുന്നില്ല. അതേ വാക്കുകളൊക്കെ തന്നെ മറ്റു പലർ പറയും. ഇപ്പൊ ബഷീറോ അല്ലെങ്കിൽ MTയോ അതുപോലുള്ള സാഹിത്യകാരന്മാരൊക്കെ, കവികളായിട്ടുണ്ടെങ്കിൽ ONV ഒക്കെ അങ്ങനെ എഴുതുമ്പോൾ അതിന് സാഹിത്യമെന്ന് പറയുന്നു. എന്തുകൊണ്ട്? അത് സൂചിപ്പിക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഈ കവിത ചൊല്ലിയത്. ഇതില്
ഒരു വരിയുണ്ട്, അവസരം എന്റെ ചിറകിന് ആകാശം നീ തന്നു എന്നുള്ളൊരു വരിയുണ്ട്. നമുക്കറിയാത്ത ഒരു വാക്കും അതിലില്ല. എന്റെ അർത്ഥം നമുക്കറിയാം, ആകാശം, ചിറക്, നീ തന്നു, ഈ 5 വാക്കിന്റെ അർത്ഥം നമുക്കറിയാം. പക്ഷെ എന്റെ ചിറകിന് ആകാശം നീ തന്നു എന്ന് പറയുമ്പോൾ അതെന്താ അർത്ഥം എന്ന് ചോദിക്കുമ്പോൾ അതെന്താ? ഇപ്പൊ കവി പറയുകയാണ് എന്റെ ചിറക്, കവിക്ക് ചിറകില്ലല്ലോ, പിന്നെ എങ്ങനെ? അപ്പൊ എന്തായിരിക്കും ചിറക്? ചിറക് എന്ന് പറയുന്നത് എന്റെ സ്വപ്നമാണ്, ആഗ്രഹമാണ്. ചിറകിനെ സംബന്ധിച്ചോളം ഒരേ ഒരു സംഗതിയേ ഉള്ളൂ, അതിന് ആകാശമാണ് വേണ്ടത്. അപ്പോൾ എന്റെ ചിറകിന് ആകാശം നീ തന്നു, അപ്പൊ എന്റെ സ്വപ്നങ്ങൾക്കൊരു സാക്ഷാത്കാരം നീ തന്നു എന്ന് നമ്മൾ അല്ലെ? നിൻ ആത്മശിഖരത്തിൽ നിന്റെ ഹൃദയമാകുന്ന കൊമ്പിൽ എനിക്കൊരു കൂട് തന്നു. ഒരു കാമുകൻ കാമുകിയോട് പറയുമ്പോൾ അതിനൊരർത്ഥം ഉണ്ടാവുന്നു അല്ലേ? ഈ കവിത അവിടെ നിൽക്കില്ല, അതവിടെ നിൽക്കില്ല. കാരണം കവിയുന്നതാണ് കവിത. രണ്ടർത്ഥത്തിൽ പറയാം. ഒന്ന്, ഹൃദയത്തിൽ നിറഞ്ഞ് അവിടുന്ന് കവിയുന്നതാണ് കവിത എന്ന് പറയാം. എഴുതി വച്ചിടത്ത് നിന്ന് ഓരോ വായനയിലും കവിയുന്നതാണ്, പുതിയ പുതിയ അർത്ഥങ്ങളിലേക്ക് കവിഞ്ഞൊഴുകുന്നതാണ് കവിത എന്നും പറയാം. അങ്ങനെയെങ്കിൽ ഈ കവിത കാമുകൻ കാമുകയോട് എന്ന് നമുക്ക് വിചാരിക്കാമെങ്കിലും ഇതിനെ നമുക്കൊരു ആധ്യാത്മിക തലത്തിലേക്ക് ഉയർത്തിയാലോ? അവിടെ ഇത് ദൈവത്തോടാണ് പറയുന്നതെങ്കിലോ? ഇരുളിൻ മഹാനിദ്രയിൽ നിന്നുണർത്തി നീ നിറമുള്ള ജീവിത പീലി തന്നു. അല്ലെ? മനസ്സിലാവുന്നുണ്ട്? ഞാൻ ഇരുട്ടിലായിരുന്നു, എനിക്ക് പുതിയ പ്രകാശം നീ തന്നു. ഇരുളിൻ മഹാനിദ്രയിൽ നിന്നുണർത്തി നീ നിറമുള്ള ജീവിത പീലി തന്നു. എന്റെ ചിറകിന് ആകാശം നീ തന്നു, നിന്നാത്മശിഖരത്തിൽ ഒരു കൂട് തന്നു. ഒരു കുഞ്ഞു പൂവിലും തളിർക്കാറ്റിലും നിന്നെ നീയായി മണക്കുന്നത് എങ്ങു വേറെ, ജീവൻ ഒഴുകുമ്പോൾ ഒരു തുള്ളി ഒഴിയാതെ നീ തന്നെ നിറയുന്നത് എങ്ങു വേറെ. തുള്ളിലും തുരുമ്പിലും എല്ലായിടത്തും ദൈവമുണ്ട്, ദൈവ സാന്നിധ്യമുണ്ട് എന്ന് തിരിച്ചറിയുന്നു. ആ കവിതയുടെ ഒരിടത്ത് പറയുന്നുണ്ട്, അടരുവാൻ വയ്യ നിൻ, അല്ല, അവസാന വരിയാണത്. അടരുവാൻ വയ്യ നിൻ ഹൃദയത്തിൽ നിന്നെനിക്കേതു സ്വർഗം വിളിച്ചാലും, ഉരുകി നിന്നാത്മാവിനാഴങ്ങളിൽ വീണ് പൊലിയുമ്പോഴാണ് എന്റെ സ്വർഗം. ഉരുകി നിന്നാത്മാവിനാഴങ്ങളിൽ വീണ് പൊലിയുമ്പോഴാണ് എന്റെ സ്വർഗം. നിന്നിലലിയുന്നതേ നിത്യസത്യം എന്ന് പറയുന്നത്. അപ്പൊ അവിടെ മനസ്സിലാവും നമ്മൾക്ക്, കാമുകൻ കാമുകിയോട് പറയുന്ന സമയത്തൊക്കെ തീർച്ചയായിട്ടും അതിലപ്പുറം ഒന്നും ഒരു കാമുകൻ കാമുകിയോട് പറയാനുണ്ടാവില്ല. അടരുവാൻ വയ്യ നിൻ ഹൃദയത്തിൽ നിന്ന് എനിക്ക് ഏത് സ്വർഗം വിളിച്ചു. പക്ഷെ അത് പടച്ചവനോടാണ് സമയത്താണ് അർത്ഥം മാറുന്നത്. ഈ ലോകത്ത് ഒരുപാട് സ്വർഗം എന്നെ മാടി വിളിക്കുന്നുണ്ട്, ഒരുപാട് സുഖ സൗകര്യങ്ങൾ എന്നെ മാടി വിളിക്കുന്നുണ്ട്, പ്രലോഭിപ്പിക്കുന്നുണ്ട്. അടരുവാൻ വയ്യ, എങ്കിലും എനിക്ക് അടരുവാൻ വയ്യ നിൻ ഹൃദയത്തിൽ നിന്ന് എനിക്ക് ഏതു സ്വർഗം വിളിച്ചാലും എന്ന് പറയുന്ന ഒരു വലിയ പ്രഖ്യാപനം. അപ്പോൾ അവിടെയാണ് കവിത വരുന്നത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ വളരെ കുറഞ്ഞ വാക്കുകളിലൂടെ വലിയൊരു ആശയ പ്രപഞ്ചം സൃഷ്ടിക്കുന്നില്ലേ? കാൺമത് കേൾപ്പത് 100 പറ, കരളിൽ കൊള്ളുവത് 6 പറ, കവിതയിലാകുവതൊരു പറ, അപ്പറ 100 പറയ്ക്കും മേപ്പറതാണ്. വളരെ കൂടുതൽ കാണുന്നുണ്ട്, പക്ഷേ ഹൃദയത്തിൽ കുറച്ച് തറയ്ക്കുന്നു. അതിൽ നിന്നും വളരെ കുറച്ച് എഴുതി വെക്കുന്നു, പക്ഷെ അത് അതിനേക്കാൾ എത്രയോ പ്രപഞ്ചം സൃഷ്ടിക്കുവാൻ സാധിക്കുന്ന ഒന്നായി മാറുന്നു. അതാണ് യഥാർത്ഥത്തിൽ കവിത. അത് ഞാൻ സാഹിത്യത്തെ കുറിച്ചാണ് പറഞ്ഞു വന്നത്. ഇപ്പൊ സാഹിത്യം എന്നത് വളരെ ഈ വാക്കുകളുടെയും ആശയത്തിന്റെയും മനോഹരമായ കൂടിച്ചേരൽ ഉണ്ടാക്കുന്ന ഒരു സൗന്ദര്യമുണ്ട് എങ്കിൽ നമ്മുടെ ജീവിതവും അങ്ങനെയാണ്. നമ്മുടെ വാക്കുകളും നമ്മുടെ ജീവിതവും ഏറ്റവും മനോഹരമായി കൂടിച്ചേരണം. നമ്മുടെ ആശയവും നമ്മുടെ ജീവിതവും ഏറ്റവും മനോഹരമായി കൂടിച്ചേരണം. അപ്പോൾ അതിന് വലിയ പ്രതിഫലനം സൃഷ്ടിക്കുവാൻ സാധിക്കുമെന്നതാണ്, സമൂഹത്തിൽ സൃഷ്ടിക്കുവാൻ സാധിക്കും. വാക്കും ആശയവും പ്രവൃത്തിയും എല്ലാം ഏറ്റവും മനോഹരമായി കൂടിച്ചേരുന്ന മനോഹരമായൊരു സാഹിത്യമായി മാറുവാൻ, മനോഹരമായൊരു കവിതയായി മാറുവാൻ നമുക്ക് സാധിക്കണം, അല്ലേ? നമുക്കൊരു കവിതയാവുന്ന ഏത് സന്ദർഭത്തിലും നമ്മൾ ഏത് പ്രതിസന്ധിയെ നമുക്ക് അതിജീവിക്കുവാൻ സാധിക്കുന്നു നമ്മളൊരു കവിതയായി മാറിയാൽ. എന്റെ മനസ്സിൻ വയലോരങ്ങളിൽ എപ്പോഴും കവിത, ഒരു മഴയെങ്ങാൻ വന്നാൽ കവിത, നിന്നാൽ കവിത, വന്നില്ലെങ്കിലും അപ്പോഴും കവിത. എന്റെ മനസ്സിൻ തെളിവാനങ്ങളിൽ എപ്പോഴും കവിത, ഒരു കാറ്റെങ്ങാൻ തൊട്ടാൽ കവിത, വിട്ടാൽ കവിത, തൊട്ടില്ലെങ്കിലും അപ്പോഴും കവിത. എന്റെ മനസ്സിൻ ശ്യാമാരണ്യമുറങ്ങും നേരത്തും
വെള്ളി വെളിച്ച ചീളുകളേന്തി വിളിക്കുന്നു കവിത. ശിശിരക്കുളിരിൽ എന്റെ മനസ്സ് മയങ്ങും നേരത്തും കനവുകളായിട്ടെന്റെ നഭസ്സിൽ തെളിയുന്നു കവിത. എന്റെ മനസ്സിൻ വയലൂരങ്ങളിൽ, എന്റെ മനസ്സിൻ തെളിവാനങ്ങളിൽ എപ്പോഴും കവിത. അല്ലേ? നോക്കൂ, ഏത് ഋതുവിലും നമുക്ക് മനസ്സിൽ കവിത സൂക്ഷിക്കുവാൻ സാധിക്കുക. അത് മഴ വന്നാലും മഴ നിന്നാലും കാറ്റ് തൊട്ടാലും വിട്ടാലും നമുക്ക് കവിതയാകുവാൻ സാധിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മെ ആസ്വദിക്കുവാൻ ആളുണ്ടാവും. ഇല്ലേ? നാം ഒരു കലാകാരനാവുക എന്ന് പറഞ്ഞാൽ നമ്മെ ആസ്വദിക്കാൻ ആളുകൾ ഉണ്ടാവുക എന്നുള്ളതാണ്. അതേ സമയത്ത് നാം അടുത്ത് ചെല്ലുന്ന സമയത്തോ ചെങ്ങായി വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞ് അവർ നമ്മെ അകറ്റണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ നമ്മൾ പരാജയമാണ്. അതേ സമയത്ത് നമ്മുടെ സംസാരം, നമ്മുടെ നടപ്പ്, നമ്മുടെ പ്രവൃത്തി എല്ലാം മറ്റുള്ളവർക്ക് ആസ്വദിക്കുവാൻ സാധിക്കുന്നു. അതിനനുസരിച്ച് നമുക്ക് ക്രമീകരിക്കുവാൻ സാധിക്കും. അതിന്റെ ഒരു പാഠമാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട അത് നേരത്തെ സൂചിപ്പിച്ച് നമുക്ക് നല്ലൊരു സാഹിത്യമാകുവാൻ പറ്റണം എന്ന് പറയുന്നത് പോലെ തന്നെ നമുക്ക് നല്ലൊരു നടനോ നടിയോ ആവാൻ സാധിക്കണം. ഇത് നമ്മൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഒരു മേഖലയാണ് ഇത്. ഇല്ലേ? തീർച്ചയായിട്ടും നമുക്ക് ഉപകാരപ്പെടുന്ന, കലയിലെ ഏറ്റവും ഉപകാരപ്പെടാവുന്ന ഒരു മേഖല അഭിനയം തന്നെയാണ്. പലയിടത്തും നമ്മൾ അഭിനയിക്കേണ്ടി വരും. അഭിനയിക്കുന്നത് നല്ലതാണ്. നാട്യം, അല്ലെ? ആ പ്രയോഗം നെഗറ്റീവായിട്ടാണ് നമ്മൾ ഉപയോഗിക്കാം. അഭിനയിക്കുകയാണെന്നുള്ളത് പലപ്പോഴും നെഗറ്റീവായിട്ട് ഉപയോഗിക്കും. പക്ഷെ അത് ഉപകാരപ്പെടുന്ന ഒന്നാണ്. 4 രീതിയിൽ അഭിനയമുള്ളതെന്ന് നിങ്ങൾക്കറിയാം. ഒന്ന് ആംഗികം, അംഗചലനങ്ങൾ കൊണ്ടുള്ള അഭിനയം. രണ്ടാമത് വാചികം, ഡയലോഗ്. മൂന്നാമത്തത് സാത്വികം, മുഖഭാവങ്ങൾ കൊണ്ടുള്ള അഭിനയം. നാലാമത്തത് ആഹാര്യം. ഇത് ഏറ്റവും പ്രധാനം. നമുക്കറിയാം ആംഗികം. നമ്മൾ നിത്യജീവിതത്തിൽ നമ്മൾ ഉപയോഗിക്കുന്ന, നമ്മൾ പല അംഗചലനങ്ങൾ ഉപയോഗിക്കും. ചിലപ്പോഴൊക്കെ നമ്മൾ സംസാരിക്കുന്ന സമയത്ത് കൈയൊക്കെ നമ്മൾ കുട്ടിയോട് പറയണം, നീ കൈ അങ്ങ് താത്തി സംസാരിച്ചാൽ മതി എന്ന് പറയും. നടക്കുന്ന സമയത്ത് കുട്ടികളുടെ ചലനങ്ങൾ, നീ ഒന്ന് മര്യാദയ്ക്ക് നടക്കുക എന്ന് പറയാറുണ്ട്. അംഗചലനങ്ങൾ വളരെ പ്രധാനമാണ്. ശബ്ദം, ഡയലോഗ്, തീർച്ചയായിട്ടും നമ്മൾ പറയാറുണ്ട്, നീ പറഞ്ഞതൊക്കെ ശരി, പക്ഷെ ആ ടോണ് ശരിയായില്ല കേട്ടോ. ചിലപ്പോൾ ഡയലോഗ് നമ്മൾ ചില ഡയലോഗ് നമ്മൾ അവിടെ പ്രയോഗിക്കേണ്ടതല്ലാത്ത പറഞ്ഞു പോയി, ഞാൻ അതല്ല ഉദ്ദേശിച്ചത്. ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള ഭാവം നമ്മുടെ ശബ്ദവുമായി, നമ്മുടെ സംഭാഷണവുമായി ബന്ധപ്പെട്ട് പല പ്രയാസങ്ങളും നമ്മൾ അനുഭവിക്കാറുണ്ട്. ഉച്ചത്തിൽ പറയേണ്ടത് ഉച്ചത്തിൽ പറയാവൂ, മെല്ലെ പറയേണ്ടത് മെല്ലെ തന്നെ പറയണം, അല്ലേ? അപ്പോ ഇത് ഇവിടുന്ന് കിട്ടുന്ന പാഠം, ഇത് നമ്മുടെ അഭിനയത്തിൽ, നമ്മുടെ വിവിധ അഭിനയ രീതിയിൽ നിന്ന് കിട്ടുന്ന സംഭാഷണം. മൂന്നാമത്തത് മുഖഭാവം. നമുക്കറിയാം ശൃംഗാരം, ഹാസ്യം, വീരം, രൗദ്രം, അത്ഭുതം, ഭയാനകം എന്നൊക്കെ പറയുന്ന സാധനങ്ങളൊക്കെ ഇല്ലേ? ഈ നമ്മുടെ അത് കൃത്യമായല്ല പ്രയോഗിക്കുന്നതെങ്കിൽ പ്രശ്നമാണ്. എന്നെ കാണുന്ന സമയത്ത്, ആദ്യം കാണുന്ന സമയത്ത് പലരും പറയാറുണ്ട്, ഇയാൾക്ക് ഭയങ്കര ജാട. എന്താ കാരണം? എന്റെ മുഖത്തെ ഭാവം ഒരു പക്ഷെ അങ്ങനെ ആയിരിക്കണം. അപ്പോ മുഖത്തിന്റെ ഭാവം വളരെ പ്രധാനമാണ്. ശൃംഗാരമൊക്കെ എല്ലായിടത്തും പ്രയോഗിക്കാൻ പറ്റില്ല, ഇല്ലേ? അയാളെ കണ്ടാൽ തന്നെ മനസ്സിലാവും അയാളൊരു, അല്ലെങ്കിൽ പെൺകുട്ടിയെ കണ്ടിട്ടുണ്ടെങ്കിൽ അവള് എന്ന് പറയുന്ന മുഖത്തിന്റെ ഭാവം വെച്ചുകൊണ്ട്. അപ്പൊ നമ്മൾ ഓരോ സന്ദർഭത്തിൽ വേണ്ട ഭാവമേ നമ്മൾ മുഖത്ത് കൊണ്ടുവരാവൂ. വീരം വേണ്ടിടത്തെ വീരം വരാവൂ. രൗദ്രം, ചില ആൾക്കാർ എപ്പോഴും നോക്കുന്നുണ്ടെങ്കിൽ ഒരു ദേഷ്യഭാവമാണ്, അല്ലെങ്കിൽ ചില ആൾക്കാർ അവജ്ഞയാണ്, ബീഭത്സമാണ്. കണ്ടിട്ടുണ്ടെങ്കിൽ എപ്പോഴും മുഖത്തൊരു തരം അറപ്പിന്റെ ഒരു ഭാവം. അങ്ങനെ അപ്പൊ ഏത് ഭാവമാണോ ഓരോ സമയത്തും ഉപയോഗിക്കേണ്ടത്, അത് മാത്രം ഉപയോഗിക്കാൻ പാടുള്ളൂ എന്ന് നമ്മൾ പഠിക്കുന്നത് ഈ മൂന്നാമത്തെ അഭിനീതി, സാത്വിക അഭിനീതി കൊണ്ട്. നവരസം, ഈ രസമൊക്കെ നമുക്കുള്ളത് തന്നെയാണ്, നമ്മൾ പല സന്ദർഭത്തിൽ ഉപയോഗിക്കേണ്ടതാണ്. അത് ഉപയോഗിക്കേണ്ട സന്ദർഭത്തിൽ ഉപയോഗിക്കാവൂ. നാലാമത്തതും ആഹാര്യം. ആഹാര്യം എന്നത് നമ്മുടെ വേഷഭൂഷാദികളെയും അതുപോലെ നമ്മുടെ മേക്കപ്പിനെയും ഒക്കെ ഉദ്ദേശിച്ചതാണ്. അത് മാത്രമല്ല, നാടകമാകുന്ന സമയത്ത് അതിനൊരു പശ്ചാത്തലം കൂടി അതിന് പ്രധാനമാണ്. എന്ന് പറഞ്ഞാൽ നാടകത്തിൽ ബാക്ക് കർട്ടനൊക്കെ ഉണ്ടാവും. നമ്മൾ എത്ര ഒരു സംഭവം ഞാൻ സാധാരണ പറയാറുണ്ട്. ഒരു ചരിത്ര നാടകം, അക്ബർ ചക്രവർത്തിയുടെ ഒരു റോൾ ചെയ്യുന്ന ഒരു നാടകത്തിൽ സംഭവിച്ച ഒരു ദുരന്തം. സ്കൂളിലെ നാടകമാണ്, സ്കൂള് വാർഷികത്തിൽ നടന്ന നാടകം. അപ്പോൾ അക്ബർ ചക്രവർത്തിയായിട്ട് ഒരു ചെക്കനൊക്കെ ഉഷാറായിട്ട് അടിപൊളിയായിട്ട് അഭിനയിക്കുന്നുണ്ട്. എല്ലാ വേഷവും ഇങ്ങനെയുള്ള കിരീടമുണ്ട്, വാളുണ്ട്, എല്ലാം ഉണ്ട്. മീശക്കനെ പിടിച്ചിട്ട് അക്ബർ ചക്രവർത്തിയെ വന്നിട്ട് അഭിനയിക്കുകയാണ്. ആരെവിടെ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ അഭിനയിക്കുന്നുണ്ട്. പക്ഷെ ഈ ഡയലോഗ് ഭയങ്കര സ്ട്രോങ് ആയിട്ട് വീരഭാവത്തിലൊക്കെ പറഞ്ഞിട്ടും ആളുകൾ പെരും ചിരിയാണ്.
ആളുകൾ നോക്കുന്നത് ഇവനെയല്ല, പുറത്തെ ബാക്കിലാണ് നോക്കുന്നത്. ബാക്കിൽ നോക്കുന്ന സമയത്ത് എന്താ സംഭവിച്ചത്? ബാക്കിൽ ഒരു കൊട്ടാരത്തിന്റെ കർട്ടൻ ഇട്ടാൻ ഒരുത്തിനെ ഏൽപ്പിച്ചിരുന്നു ആ രാജാവ് വരുന്ന സമയത്ത്. പക്ഷെ ആ കർട്ടന് പകരം ഇട്ടിരിക്കുന്നത് വേറൊരു കർട്ടനാണ്. എന്ന് പറഞ്ഞാൽ അവിടെ ഒരു ഹോട്ടൽ കോമള എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു വാഴക്കൊലൊക്കെ തൂങ്ങിയിരിക്കുന്ന ഒരു കർട്ടൻ എടുത്തിട്ട് അവിടെ വന്നിട്ടാണ് ആരിവിടെ അക്ബർ ചക്രവർത്തിയുടെ കൊട്ടാരത്തിൽ എന്നൊക്കെ പറഞ്ഞിട്ട് ഡയലോഗ് അടിക്കുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ടും നേരത്തെ പറഞ്ഞ 3 അഭിനയ രീതിയും കറക്റ്റാണ്. അവന്റെ അംഗചലനം കറക്റ്റാണ്, ഡയലോഗ് കറക്റ്റാണ്, ഭാവം കറക്റ്റാണ്. പക്ഷെ ആഹാര്യം എന്ന് പറഞ്ഞ പശ്ചാത്തലം, അതായത് രംഗപഠം തെറ്റിപ്പോയി. ഇനി വേഷം മാറിയിട്ട് ഇവിടെ കള്ളി തുണി എടുത്തിട്ട് അക്ബർ ചക്രവർത്തി വന്നാലോ മാറി. ഇന്ന് പറഞ്ഞ ഇത് വളരെ പ്രധാനമാണ്, നമ്മുടെ ജീവിതത്തിനും പ്രധാനമാണ്. നമ്മൾ ഓരോ സന്ദർഭത്തിനനുസരിച്ചിട്ടുള്ള വേഷമാണ് ധരിക്കേണ്ടത്. സന്ദർഭത്തിനനുസരിച്ചുള്ള അലങ്കാരങ്ങളെ നമ്മൾ പ്രയോഗിക്കാം, നമുക്കറിയാം. അതേ സമയത്ത് നമ്മൾ എത്ര നന്നായിട്ടും കാര്യമില്ല, നമ്മൾ നിൽക്കുന്ന ഇടം മോശമാണെങ്കിലും പ്രശ്നമാണ്. അതാണ് ആ നാടകത്തിൽ സംഭവിച്ചത്. നമ്മൾ നന്നായി സംസാരിക്കുന്നുണ്ട്, നമ്മൾ നല്ല ഭാവത്തിലാണ്, ഒക്കെയാണ് നമ്മുടെ ജീവിതത്തിൽ എല്ലാം മൊത്തം ഓക്കെയാണെന്ന് വിചാരിക്കുക. പക്ഷെ നമ്മൾ നിൽക്കുന്ന ഇടം ഒരു പ്രശ്നം തന്നെയാണ്. അപ്പൊ നമ്മൾ നിൽക്കുന്ന ഇടം, പശ്ചാത്തലം നന്നാവൽ ഏത് രംഗത്തായാലും ജീവിതത്തിൽ നമുക്ക് ഒരുപാട് കുട്ടികൾക്കൊക്കെ നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ട സംഗതിയാണ്. അവരുടെ കൂട്ടുകെട്ട്, ഞാൻ ഓക്കെയാണെന്ന് പറഞ്ഞിട്ട്, ഞാൻ എല്ലാം ഓക്കെയാണെന്ന് പറഞ്ഞിട്ട് നമ്മൾ എവിടെ നിൽക്കുന്നു, ആരുടെ കൂടെ നിൽക്കുന്നു, നമ്മുടെ ചുറ്റുപാട് എന്താണ്, നമ്മുടെ വേഷം എന്താണ്, നമ്മുടെ ഭൂഷകൾ എന്താണ്, ഇത് വളരെ പ്രധാനമാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, നാടകത്തിലെ ഈ 4 അഭിനയ രീതിയും നമുക്ക് ജീവിതത്തിൽ പല സന്ദർഭങ്ങളിൽ പ്രയോഗിക്കേണ്ടതാണ്. യഥാസമയം അത് പ്രയോഗിച്ചാൽ നമ്മൾ പറയും ഓക്കെ ഗുഡ്. നമ്മളൊക്കെ നടന്മാരല്ലേ, ലൈഫ് ഈസ് എ ഡ്രാമ എന്നാണല്ലോ ഷേക്സ്പിയർ പറഞ്ഞിരിക്കുന്നത്. നരാഖ്യമങ്ങേ നർത്തക ഗണമതിൽ ഞാനും ഒരൽപ്പാംഗം എന്നാണ് ഉള്ളൂർ പറഞ്ഞത്. നരൻ എന്ന പേരിലുള്ള നർത്തക കൂട്ടത്തിലെ അഥവാ അഭിനയത്തിന്റെ അല്ലെങ്കിൽ കലാകാരന്മാരുടെ കൂട്ടത്തിൽ ഞാനും അതിലൊരു അംഗമാണ് എന്ന് കവി പറയുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ ഇവിടെ സ്ക്രിപ്റ്റ് രചിച്ചിരിക്കുന്നത് ആരാണ്? പടച്ചവനാണ് സ്ക്രിപ്റ്റ് ഒക്കെ രചിച്ചിരിക്കുന്നത്. സംവിധാനം ചെയ്തിരിക്കുന്നത് പ്രവാചകന്മാരോ അല്ലെങ്കിൽ അവതാര പുരുഷന്മാരോ എന്ന് പറയുന്ന മഹാവ്യക്തികളുമാണ് സംവിധാനം ചെയ്തിരിക്കുന്നത്. നമ്മളെങ്ങോട്ട് ഇതൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു വെച്ചിരിക്കുന്നു. കർട്ടൻ പൊക്കിക്കഴിഞ്ഞ ജീവിതം തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അഭിനയിച്ചേ പറ്റൂ. അത് കൃത്യമായി നമ്മൾ അഭിനയിച്ചു പോകണം. അതിനു വേണ്ടിയിട്ടാണ് ഇത്തരം പരിശീലനങ്ങൾ നമ്മൾ നടത്തുന്നത്. അതിന് നമ്മൾ സഹായിക്കുന്നതാണ് ഇതുപോലെയുള്ള നമ്മൾ കഥകൾ കേൾക്കുന്നത്. കഥകൾ യഥാർത്ഥ ജീവിതം എങ്ങനെയാവണം, എങ്ങനെയാവരുത് എന്നൊക്കെ കൃത്യമായി നമുക്ക് സ്ക്രീനിൽ എന്ന പോലെ കാണിച്ചു തരുന്നതാണ് സാഹിത്യത്തിലൂടെ, അല്ലേ? നമ്മൾ ആളോട് പറയേണ്ടത് കഥ എന്നുള്ള ചെറിയ സംഗതിയല്ല കേട്ടോ. ഞാൻ കഥാശ്വാസം ചെയ്യുന്നതുകൊണ്ട് പറയുകയാണ്, കഥ എന്നുള്ളത് ജീവിതത്തിൽ എനിക്ക് വരുന്ന ഫീഡ്ബാക്കുകൾ, കഥ കേട്ടിട്ടൊക്കെയുള്ള അത് അവരെ സ്വാധീനിച്ചത്, അവരെ മാറ്റിയെടുത്തത് ഒക്കെ തീർച്ചയായിട്ടും എന്നോട് പങ്കുവെക്കാറുണ്ട്. കഥ പറയുന്നതും കഥ വായിക്കുന്നതൊക്കെ എന്തിനാ? കഥ ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ ഒരു പ്രയോഗം തന്നെ ഉണ്ടല്ലേ, ഒരു കഥയില്ല, എന്തപ്പ എന്റെ കഥ. അത് ചെറിയ സംഗതിയല്ലേ. ഈ കഥ ഉണ്ടാവുക എന്ന് പറഞ്ഞെങ്കിൽ അതൊരു വിവേകം ഉണ്ടാവുക എന്ന് കൂടിയാണ്, അല്ലെ? ജീവിതത്തിൽ ഒരു വിവേകം ഉണ്ടാവുക, ബോധം ഉണ്ടാവുക എന്ന് കൂടിയാണ്. അപ്പോ ഒരു കഥ പറയുകയോ കഥ കേൾക്കുകയോ ചെയ്യുന്നത് ജീവിതത്തോളം മാറ്റം ഉണ്ടാക്കുമെന്നത് നമുക്കറിയാം. അതുകൊണ്ട് കുട്ടികൾ വായിക്കേണ്ടതുണ്ട്, കുട്ടികൾക്ക് നമ്മൾ കഥ പറഞ്ഞു കൊടുക്കേണ്ടതുണ്ട്. നമ്മൾ കുട്ടിക്കാലത്തൊക്കെ നമ്മൾ കഥകൾ കേട്ടിട്ടുണ്ട്. ആദ്യമൊക്കെ കേട്ടിട്ടുള്ളത് മൃഗങ്ങളുടെ കഥയാണ്. കാരണം മനുഷ്യരെ അവർ മനസ്സിലാക്കി തുടങ്ങുന്നേ ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് മൃഗങ്ങളിൽ മനുഷ്യന്റെ സ്വഭാവങ്ങളൊക്കെ വെച്ചു കൊടുത്തിട്ടാണ് കൂടെ പറയും. മനുഷ്യനിൽ ആ സ്വഭാവം പ്രത്യക്ഷത്തിൽ കാണുവാൻ പക്ഷെ കഴിയില്ല, ആ രീതിയിൽ ഉൾക്കൊള്ളാൻ കഴിയില്ല. അത് മനസ്സിലാക്കണം, കുറച്ച് സമയമെടുക്കും. അതുകൊണ്ട് നമ്മൾ കാക്കനെയോ കുറുക്കനെയോ ഒക്കെ കൂട്ടുപിടിച്ചിട്ട് മനുഷ്യന്റെ സ്വഭാവത്തെ മനസ്സിലാക്കി കൊടുക്കും. ചതിയനായ, കൊതിയനായ, അല്ലെ, വഞ്ചകനായ, അഹങ്കാരിയായ, അസൂയുള്ള ഒക്കെയുള്ള കഥാപാത്രങ്ങൾ. മൊയലിനെയൊക്കെ നമ്മൾ ആമയും മൊയലും ഒക്കെ പറയുന്ന സമയത്ത് മൊയലിന്റെ അഹങ്കാരത്തെ കുറിച്ച് നമ്മൾ പറയും. ആ അഹങ്കാരമൊക്കെ നമുക്കുണ്ടാകും. അപ്പൊ മനുഷ്യനുള്ള പല ഭാവങ്ങളും പല സ്വഭാവങ്ങളും ഒക്കെ മൃഗങ്ങളിൽ ആരോപിച്ചുകൊണ്ടാണ് നമ്മൾ കഥകൾ പറഞ്ഞു കൊടുക്കാറുണ്ട്. അത് പാഠമാകാൻ വേണ്ടിയിട്ടാണ്. നമുക്കറിയാം, നമ്മുടെ വേദഗ്രന്ഥങ്ങളിലൊക്കെ തന്നെ നിരവധി കഥകൾ പറഞ്ഞിട്ടുണ്ട്. അനുബന്ധമായി ഇങ്ങനെ നിരവധി കഥകൾ പറഞ്ഞിട്ടുണ്ട്. ഈ കഥകളിലൂടെ മനുഷ്യനെ മുന്നോട്ട് നയിക്കുന്ന രീതിയാണ് എല്ലാ മതങ്ങളും സ്വീകരിച്ചിട്ടുള്ളത്. അപ്പോൾ
കലയ്ക്കുള്ള പ്രാധാന്യത്തെ കുറിച്ചാണ് പറയുന്നത്. നമ്മൾ ഏറ്റവും വലിയ കലാകാരൻ തന്നെ ദൈവമാണല്ലേ. നമ്മൾ ധ്വനി എന്ന് പറഞ്ഞ സിനിമയിലെ പാട്ട് കേട്ടിട്ടുണ്ടാവുന്നില്ല. എത്തിസുഖസാരമായി ദേവി നിന്മൈ വാർത്തോരാ ദൈവം കലാകാരൻ കലാകാരൻ പ്രിയനിൻ പ്രേമമെന്നിൽ ചേർത്തൊരാ കലാകാരൻ അല്ലെ. ഇവിടെ ശ്രദ്ധിക്കേണ്ടത് സുഖസാരമായി ദേവി നിന്റെ മെയ്യെ വാർത്ത ദൈവമാണ്. അതൊരു മനോഹരമായി മെയ് ശരീരം വാർത്തത് ദൈവമാണ്. അവിടേക്ക് എന്റെ പ്രേമം ചേർത്തതും ദൈവമാണ്. നമ്മൾ മനസ്സിലാക്കേണ്ട സംഗതിയാണ്. അവിടെ ദൈവം സൃഷ്ടിച്ചുള്ള ഒരു സംഗതിയിലേക്ക് അങ്ങനെയുള്ള അപ്പോൾ ഒന്ന് തീർക്കുന്നതും അതിലേക്ക് സ്നേഹം ചേർത്ത് വെക്കുന്നതും കലാകാരനാണ് എന്നതാണ് ഞാൻ പറയുന്നത്. നമ്മൾ തമ്മിൽ നമുക്കിടയിൽ ഭാര്യാഭർത്താക്കന്മാർക്കിടയിൽ മക്കൾക്കിടയിൽ ഒക്കെ തന്നെ സ്നേഹം ചേർത്ത് വെക്കുവാൻ ഒരു കലാകാരനാണ് സാധിക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾക്കൊക്കെ തന്നെ കലാപരമായ ഇടപെടൽ വേണ്ടിവരും. ഇത്തരം കാര്യങ്ങൾ. സമയം ഇനി 1 മിനിറ്റേ ബാക്കിയുള്ളൂ. അതുകൊണ്ട് ഞാൻ വൈൻഡപ്പ് ചെയ്യുന്നു. ഞാൻ പറഞ്ഞു വന്ന ഇത്രയേ ഉള്ളൂ. ജീവിതത്തിൽ ഉടനീളം നമ്മൾ കലാകാരനോ കലാകാരിയോ ആവേണ്ടി വരും. അഭിനയിക്കേണ്ടത് അഭിനയിക്കേണ്ടി വരും. നമ്മുടെ വാക്കും പ്രവൃത്തിയും മനോഹരമായി കൂടിച്ചേർന്ന് സാഹിത്യമാവേണ്ടി വരും. സംഗീതം ഉയർച്ച ഈ ഉയർച്ച താഴ്ചകൾ ഉണ്ട് സംഗീതത്തിൽ. ജീവിതത്തിലും ഉണ്ടാകും ഉയർച്ച താഴ്ചകൾ. അപ്പോഴൊന്നും താളം തെറ്റാതെ മുന്നോട്ട് പോകുവാൻ നമ്മെ പഠിപ്പിക്കുന്നത് ആ കലയാണ്. അപ്പോൾ ഏത് കലയെടുത്താൽ നമുക്ക് ഇങ്ങനെ അനലൈസ് ചെയ്യുമ്പോൾ നമുക്ക് അതിൽ പാഠമുണ്ട്. ഞാൻ എൻ്റെ വാക്കുകൾ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. വളരെ സന്തോഷം നിങ്ങളുമായി സംസാരിക്കാൻ സാധിച്ചതിൽ സിറ്റിക്ക് എല്ലാവിധ അഭിവാദ്യങ്ങളും. നന്ദി.